അപ്പോൾ ഇന്ന് ബിഗ് ബോസ് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇന്നത്തെ എവിക്ഷൻ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്മി നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റഡ് ആയിരിക്കുകയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേ ആ എവിക്ഷൻ രീതി എന്ന് പറയുന്നത് പുതിയ ഒരു പരിപാടിയിലൂടെയാണ് ഇന്ന് ബിഗ് ബോസ് അവരെ പുറത്താക്കിയത്. മാരുതിയുടെ 2 കാറുകൾ അതിൻ്റെ അകത്തേക്ക് എത്തിക്കുന്നു. അതിൽ കണ്ണെല്ലാം കെട്ടിയതിന് ശേഷം ഒന്നിൽ നമ്മുടെ അക്ബറിനെയും അത് രണ്ടാമത്തതിൽ നമ്മുടെ ലക്ഷ്മിയെയും കയറ്റുന്നു. അതിനുശേഷം അവിടെ 2 റൗണ്ട് വലം വെച്ചതിന് ശേഷം 3ാമത്തെ റൗണ്ട് ബിഗ് ബോസിന്റെ കോർട്ടിന് പുറത്തേക്ക് അവർ വണ്ടിയിൽ ഓടിച്ചു പോവുകയാണ്. അതിനുശേഷം 2 മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം ആ വണ്ടി തിരിച്ച് ബിഗ് ബോസിനകത്തേക്ക് വരുന്നു. അതിലൊരു വണ്ടിയിൽ ആളുണ്ടായിരുന്നില്ല, 2ാമത്തെ വണ്ടിയിൽ അക്ബർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയെ എവിക്റ്റഡായി പുറത്തു പോയതായി ബിഗ് ബോസ് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയായിരുന്നു ആ എവിക്ഷൻ രീതി അവർ സ്വീകരിച്ചത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വളരെ മോശകരമായ ഒരു കോൺട്രവേഴ്സി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. അക്ബറിനെ പുറത്തു കൊണ്ടുപോയിട്ട് ബിഗ് ബോസിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം പുറത്തു വെച്ച് അക്ബറിന് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ കാറിനകത്ത് വെച്ച് അക്ബറിന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് തിരിച്ച് അക്ബറിനെ ബിഗ് ബോസിനകത്തേക്ക് കയറ്റിവിട്ടത് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരെ ഇപ്പോൾ പുറത്തുനിന്ന് ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനെല്ലാം തന്നെ കാരണമായ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സർഗോ വിജയരാജ് എന്ന് പറയുന്ന ആളാണ് ഈ പരിപാടിയുടെ കോർഡിനേറ്റർ. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. വീക്കെൻഡ് എപ്പിസോഡുകളുടെ താഴെ പൊതുവെ കാണുന്ന ഒരു കമന്റാണ് അക്ബറിനെ വെളുപ്പിക്കാൻ ഏഷ്യാനെറ്റ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അതിന് ചില കാരണങ്ങളുണ്ട്. സെർഗോ വിജയരാജ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡയറക്ടറാണ് സെർഗോ വിജയരാജ്. അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡുകളിൽ എന്തൊക്കെ പറയണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോർട്രേറ്റ് ചെയ്യണം എന്നുള്ളത്. ഇനി അക്ബറും സെർഗോ വിജയരാജും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. സി കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന സരിഗമപ്പ സീസൺ 1 ഡയറക്ടറായിരുന്നു സെർഗോ വിജയരാജ്. അതിൽ മത്സരിച്ച മത്സരാർത്ഥിയായിരുന്നു അക്ബർ. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർ സിംഗർ 9, 10 സീസണുകളിലെ ഡയറക്ടറാണ് സെർഗോ വിജയരാജ്. ബിഗ് ബോസിന്റെ ഈ സീസൺ 7 എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരാളെ ഇങ്ങനെ വെള്ളപൂശുന്നു എന്നും രണ്ടാമത്തെ ഒരാളെ വളരെ മോശകരമായ രീതിയിൽ അടിച്ചാക്ഷേപിക്കുന്നു എന്നും അടിച്ച് താഴേക്ക് തള്ളിയിടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആരെയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് വെള്ളപൂശുന്നത് അക്ബറിനെയാണ് എന്നും അടച്ചാക്ഷേപിക്കുന്നത് ഒന്ന് അനുമോളെയും രണ്ടാമത്തത് നമ്മുടെ അനീഷിനെയുമാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ഏകദേശം 60 ദിവസത്തെ എപ്പിസോഡ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കപ്പ് 100% നമ്മുടെ അനീഷ് അടിക്കുമെന്ന രീതിയിലുള്ള ഒരു ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ടാഗ്ലൈനോട് കൂടി പ്രചരിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു സാധ്യത തന്നെയാണ്. അതിനുശേഷം ആ ഒരു സമയത്ത് 2 or 3 സ്ഥാനങ്ങളിലേക്ക് അനുമോളും എത്തുമെന്ന രീതിയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അനുമോളെയും അതുപോലെ തന്നെ അനീഷിനെയും ലാലേട്ടൻ ഇടയ്ക്കിടെ എടുത്തിട്ട് പെരുമാറുന്നത് നമ്മൾ കണ്ടു കാണും. അനു പറയുന്ന കാര്യങ്ങൾ ഏത് ഭാഷയിലാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് ലാലേട്ടൻ അവസാനത്തെ എപ്പിസോഡിൽ വന്ന് പറഞ്ഞത്. അതോടുകൂടി തന്നെ അനുമോൾക്ക് ബിഗ് ബോസിനകത്ത് ഇനി എത്ര കണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കും? ടോപ്പ് 5 തന്നെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നമ്മൾ അനുമോൾ ഉണ്ടാകുമോ എന്ന കാര്യം പോലും ഇപ്പോൾ സംശയമാണ്. അതിനു മുമ്പ് എന്തെങ്കിലും സ്പെഷ്യൽ എവിക്ഷൻ കൊണ്ടുവന്ന് പുറത്താക്കാനും തന്നെ സാധ്യത കൂടുതലാണ്. എന്നാൽ അക്ബറിനോടൊരു മമത നമ്മുടെ ബിഗ് ബോസും അതുപോലെ തന്നെ മോഹൻലാലും വെച്ച് പുലർത്തുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ മുന്നേ പല ഓഡിഷൻ പരിപാടികളിലും അതുപോലെ തന്നെ സിംഗർ പരിപാടികളിലും എല്ലാം നമ്മുടെ അക്ബർ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ മാനേജറും അതുപോലെ തന്നെ അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമാണ് ഉള്ളത് എന്നും അത് പുതുക്കി ഇനിയും ബിഗ് ബോസിന്റെ കപ്പ് കൂടി അക്ബറിനെ കൊണ്ട് അടുപ്പിക്കാനുള്ള പരിപാടിയാണ് എന്ന നിലക്കുള്ള ചർച്ചകളൊക്കെയാണ് ബിഗ് ബോസിന് പുറത്ത് ഇപ്പോൾ ചില സോഷ്യൽ മീഡിയയിൽ ഇത്തരം വ്യാപകമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ വിനീതമായിട്ട് എനിക്ക് പറയാനുള്ള അത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും ബിഗ് ബോസിന്റെ കപ്പ് ആരെക്കൊണ്ടും അടുപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അക്ബർ അവിടെ പിടിച്ചു നിൽക്കാൻ തികച്ചും പ്രാപ്തനായ ഒരു മത്സരാർത്ഥി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മത്സരത്തിൽ യാതൊരു പാകപ്പിഴവുകളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അദ്ദേഹത്തിന് പുറത്തുള്ള ബോട്ടിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ അകത്തുള്ള ഗെയിമിങ്ങിൻ്റെ ആരെങ്കിലും അനുമോളെക്കാട്ടിലും അല്ലെങ്കിൽ കുറച്ച് അനീഷിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് കീഴ്പ്പെടുക്കാൻ പറ്റിയ ഒരു മത്സരാർത്ഥി തന്നെയാണ് നമ്മുടെ അക്ബർ. മറ്റുള്ള ഇത്തരം ഊഹാപോഹങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അക്ബറിനെ
കാറിൽ കയറ്റിക്കൊണ്ടുപോയി പുറത്തെ സ്ട്രാറ്റജികളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ് എന്നുള്ളതാണ്. അവിടെയെല്ലാം ക്യാമറയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ബിഗ് ബോസിൻ്റെ വീടിൻ്റെ അകത്തും പുറത്തായാൽ തന്നെയും എല്ലാം വളരെ തെളിഞ്ഞ വെള്ളം പോലെ നടക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരമൊരു കാര്യത്തിൽ ഇത്തരമൊരു ഒളിയം പേജ് കൊണ്ട് നമ്മുടെ അനീഷിനെ കുറച്ചുകൂടി സപ്പോർട്ട് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി അനീഷ് ആർമി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളാണ് എന്നാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. കാരണം അനുമോളായാലും അനുമോൾ ഗെയിമായിട്ട് ബന്ധപ്പെട്ട് ബിഗ് ബോസിനകത്ത് വട്ടപൂജ്യമാണ് എന്ന കാര്യം യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ അക്ബറിനെതിരെ ഇതിൻ്റെ മുന്നേ ടാസ്ക് നടക്കുന്ന സമയത്ത് പാവെടുക്കുന്ന സമയത്ത് തട്ടിപ്പോയപ്പോൾ തന്നെ ബലമായിട്ട് എൻ്റെ മേത്ത് പ്രസ് ചെയ്തു എന്ന രീതിയിൽ ഒരു ലൈംഗിക ചൊവ്വയോട് പോലുമുള്ള ഒരു സംസാരം നമ്മുടെ അനുമോള ഭാഗത്തു നിന്നുണ്ടായി. അത് ഫേക്കാണ് എന്ന് 100% ഈ പരിപാടി കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത്തരം ഫിസിക്കൽ ടാസ്ക് വരുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ എന്ന ടാസ്ക് ഒന്നും നമ്മുടെ ബിഗ് ബോസ് ഇന്ന് വരെ കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് കഴിഞ്ഞ സീസണിലൊക്കെ അടിപിടിയായിരുന്നു. മലക്കം മറിഞ്ഞ് മോളിൽ വീണ് വലിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരം സാഹചര്യത്തിൽ ഈ ബിഗ് ബോസ് അത്തരം വലിയൊരു ഫിസിക്കൽ അസോൾട്ട് എന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ ഇതുവരെ പോയതായി നമ്മൾ കണ്ടിട്ടില്ല. അക്ബർ ഈ ഒരു കാര്യത്തിൽ 100% നിരപരാധിയാണ്. ആ ഒരു കാര്യത്തിൽ അനുമോള ഭാഗത്ത് നിന്ന് വലിയ തെറ്റ് തന്നെയാണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ബിഗ് മിസ്റ്റേക്ക് തന്നെയായിരുന്നു. ആ ഒരു കാര്യം ഇതിപ്പോഴും അനുമോൾ തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം ജനങ്ങൾ ഇപ്പോൾ ബോട്ടിൽ അനുമോൾ കുറച്ച് പുറകോട്ട് പോയതും അതുപോലെ തന്നെ അക്ബർ കുറച്ച് മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മുടെ അക്ബറിനെ ബിഗ് ബോസിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് PR പണിയെടുക്കുന്നത് ഏഷ്യാനെറ്റാണ് എന്ന് വരെ ചില മാധ്യമങ്ങൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതൊക്കെ 100% ഫേക്ക് ന്യൂസ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുക എന്നല്ലാതെ അതിലൊന്നും നമുക്ക് മറ്റൊന്നും പറയാനില്ല. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം, ബൈ.